ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ബിയോണ്ട് ദി പ്ലഷർ പ്രിൻസിപ്പിൾ എന്ന കൺസെപ്റ്റാണ്. 1920 മുമ്പ് സിഗ്മണ്ട് ഫ്രോയിഡ് വിചാരിച്ചു വെച്ചിരുന്നത് പ്ലഷർ പ്രിൻസിപ്പിളാണ് ഹ്യൂമൻ ബിഹേവിയറിനെ ഗൈഡ് ചെയ്യുന്നതെന്നാണ്. പക്ഷേ 1920 അദ്ദേഹത്തിൻ്റെ വർക്കിലൂടെ അദ്ദേഹം കാണിച്ചു തന്നു പ്ലഷർ പ്രിൻസിപ്പിൾ മാത്രമല്ല വേറെ എന്തൊക്കെയോ ഹ്യൂമൻ ബിഹേവിയറിനെ ഗൈഡ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ പ്ലഷർ പ്രിൻസിപ്പിളിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹ്യൂമൻ ബീങ്സ് എപ്പോഴും പ്ലഷർ സീക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ഇമ്മീഡിയറ്റ് പ്ലഷർ വേണം. അതായത് നമുക്ക് ഹങ്കർ വരുമ്പോഴത്തേക്ക് അപ്പം തന്നെ ഫുഡ് കഴിക്കണം, നമുക്ക് തേഴ്സ്റ്റ് വരുമ്പോൾ അപ്പം തന്നെ വെള്ളം കുടിക്കണം. അതുപോലെ കുഞ്ഞു കുട്ടികൾ പാല് കൊടുക്കുന്നത് വരെ അത് കരയും. പക്ഷേ കുറച്ച് നാളോടെ കഴിഞ്ഞിട്ട് നമ്മൾ അഡൾട്ടായി മാറുമ്പോഴത്തേക്കും നമ്മൾ ഇമ്മീഡിയറ്റ് റിലീഫ് ആയിരിക്കില്ല, ഇമ്മീഡിയറ്റ് പ്ലഷർ ആയിരിക്കത്തില്ല സീക്ക് ചെയ്യുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെന്ന് വെച്ചോ, ആ കുറച്ച് പൈസയ്ക്ക് എന്തെങ്കിലും മേടിച്ച് കളയുന്നതിനേക്കാൾ കുറച്ചും കൂടെ പൈസ ഉണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ സേവ് ചെയ്ത് നല്ല എന്തെങ്കിലും മേടിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ വിചാരിക്കത്തില്ലേ? അതാണ് റിയാലിറ്റി പ്രിൻസിപ്പിൾ. അതായത് അപ്പോൾ കിട്ടുന്ന ഹാപ്പിനെസ് നമ്മൾ മാറ്റി വെച്ച് കുറച്ചുകൂടെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയിൽ കുറച്ചും കൂടെ ഹാപ്പിനെസ് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയിലേക്ക് നമ്മൾ മാറ്റി വയ്ക്കുന്നു. അതായത് വി ഡിലേസ് അവർ ഗ്രാറ്റിഫിക്കേഷൻ ഫോർ സം ബെറ്റർ ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഒന്നെങ്കിൽ ഇമ്മീഡിയറ്റ് പ്ലഷർ ഉണ്ട്, അല്ലെങ്കിൽ റിയാലിറ്റി പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഇമ്മീഡിയറ്റ് അല്ലാതെ പിന്നീട് നമ്മൾ മാറ്റി വയ്ക്കുന്ന പ്ലഷർ ഉണ്ട്. പക്ഷേ ഹ്യൂമൻ ലൈഫ് എപ്പോഴും ഈ പ്ലഷറിനെ ആശ്രയിച്ചാണോ ഇരിക്കുന്നത്? എപ്പോഴും എല്ലാവരും പ്ലഷറിലായിരിക്കും. അവിടെ സഫറിംഗ് ഇല്ലേ? ഒരുപാട് ദുഃഖങ്ങളും വേദനകളും അനുഭവിക്കുന്ന മനുഷ്യരില്ലേ? അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും എന്ന് ഫ്രോയിഡ് ചിന്തിച്ചു. അപ്പോൾ സഫറിങ് എന്തുകൊണ്ട് വരുന്നു എന്ന് അദ്ദേഹം 3 കാരണങ്ങൾ പറഞ്ഞു. 1 ഫിയർ, 2 ആങ്സൈറ്റി, 3 ഫ്രൈറ്റ്. അപ്പോൾ ഫിയർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തിനെ കുറിച്ചാണ് പേടി, അതായത് നമ്മൾ എന്തിനെ പേടിക്കുന്നു എന്ന് നമുക്കറിയാം. നമ്മുടെ പേടിക്ക് കറക്റ്റായിട്ടൊരു റീസൺ ഉണ്ട്, അതായത് ഫിയർ ഓഫ് ഡോഗ്സ്, ഫിയർ ഓഫ് ക്യാറ്റ്സ്, അങ്ങനെ. പക്ഷേ ആങ്സൈറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് വരാൻ പോകുന്നതെന്ന് അറിയില്ല, എന്തോ സംഭവിക്കാൻ പോകുന്നു, ആൻഡ് അത് നെഗറ്റീവായിരിക്കും, അതിനെ ആലോചിച്ച് നമ്മൾ പേടിക്കുന്നതാണ് ആങ്സൈറ്റി. പക്ഷേ മൂന്നാമതൊരു തരം സഫറിംഗ് ഉണ്ട്, അതാണ് ഫ്രൈറ്റ്. ഈ ഫ്രൈറ്റ് ഉണ്ടാവുന്നത് സഡൻ ആയിട്ടുണ്ടാവുന്നതാണ്. അതായത് നമ്മൾ റോഡിൽ കൂടെ നടന്നു പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു ലോറി നമ്മളെ ഇടിക്കാൻ വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്നൊരു ഷോക്ക്. അത് അത്രത്തോളം സഡൻ ആയതുകൊണ്ട് തന്നെ അത് നമ്മളൊരു ട്രോമ ഉണ്ടാക്കും. ഈ ട്രോമ ഉണ്ടാക്കിയ സിറ്റുവേഷൻ നമ്മൾ പക്ഷേ പിന്നീടും ആലോചിച്ചുകൊണ്ടിരിക്കും. അതായത് നമ്മൾ പിന്നീട് നമ്മുടെ ഡ്രീംസിൽ കാണും, നമ്മൾ ചുമ്മാ ഇരുന്നത് ആലോചിക്കും, നമ്മൾ അതിലൂടെ റീലീവ് ചെയ്യും. അപ്പോൾ വേൾഡ് വാർ 2 കഴിഞ്ഞിട്ട് വന്നിട്ട് അവിടെ ഉണ്ടായ ദുരന്തങ്ങളെല്ലാം ആലോചിച്ച് പിന്നീടും വിഷമിച്ചിരിക്കുന്ന സോൾജേഴ്സിനെ കണ്ടപ്പോഴാണ് ഫ്രോയിഡിന് ഇത് തോന്നിയത്. നമ്മൾ എന്നും പ്ലഷർ സീക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ എന്തിനു നമ്മളെ വിഷമിപ്പിച്ച ഇൻസിഡൻസ് റീലീവ് ചെയ്യണം? സോ വി ഹാവ് ദിസ് ടെൻഡൻസി ടു റീലീവ് ദിസ് എക്സ്പീരിയൻസസ് ഈവൻ ഇഫ് ദാറ്റ് ഈസ് എ ബാഡ് വൺ. പിന്നീട് അദ്ദേഹം ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കിയപ്പോഴത്തേക്കും അതവിടെ ഇരുന്നിട്ട് ഒരു ബോൾ എടുത്ത് ഒരു സ്ട്രിങ്ങിൽ കണക്ട് ചെയ്തതിന് ശേഷം ദൂരേക്ക് വലിച്ചെറിഞ്ഞ് തിരിച്ചു വലിക്കുന്നത് കണ്ടു. ആദ്യം അദ്ദേഹത്തിനൊന്നും മനസ്സിലായില്ല. പിന്നീട് ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയപ്പോഴാണ് ആ കുട്ടി അതിൻ്റെ അമ്മ അതിനെ വീട്ടിലാക്കിയിട്ട് ഓഫീസിൽ പോയിട്ട് തിരിച്ചു വരുന്നത് അവിടെ റീലീവ് ചെയ്യുവാണ്. ഈ ബോൾ എടുത്ത് ദൂരേക്ക് വലിച്ചെറിയുമ്പോൾ അത് ഫോട്ട് എന്നും തിരിച്ചു വലിക്കുമ്പോൾ ഡാ എന്നും പറയുന്നുണ്ട്. ഫോട്ട് എന്ന് പറഞ്ഞാൽ ഗോസ് എന്നും ഡാ എന്ന് പറഞ്ഞാൽ ദേർ എന്നുമാണ് അർത്ഥം. അതായത് ഗോസ് ദേർ. അങ്ങോട്ട് എറിയുമ്പോൾ വിഷമിക്കുകയും തിരിച്ചു വലിക്കുമ്പോൾ അത് ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് അദ്ദേഹം നോക്കിയപ്പോൾ ഒരു പേഷ്യൻ്റ് തെറാപ്പിസ്റ്റിനെ കാണാൻ പോകുമ്പോഴത്തേക്കും അവർ ട്രോമറ്റൈസ് ചെയ്ത എക്സ്പീരിയൻസസ് ആരാണോ അവർ ട്രോമറ്റൈസ് ചെയ്തത്, അതായത് ചൈൽഡ്ഹുഡിലുണ്ടായിരുന്ന ഫാദറോ മദറോ അങ്ങനെ ആരവരെ ട്രോമറ്റൈസ് ചെയ്താലും അവരോട് കാണിക്കാനുള്ള ഇമോഷൻസ്, അതായത് ആങ്കറായോ ഹാപ്പിനെസ് ആയോ ദേഷ്യമായോ വിഷമമാണെങ്കിലോ അതെല്ലാം ഈ തെറാപ്പിസ്റ്റിലോട്ട് ഇവർ പ്രൊജക്റ്റ് ചെയ്യും. അവർക്ക് പണ്ട് കാണിക്കാൻ പറ്റാതെ പോയ ഇമോഷനെല്ലാം അവർ ഈ തെറാപ്പിസ്റ്റിനോട് കാണിക്കും. അപ്പോൾ അവരുടെ ഇമോഷൻ അവർ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിലൂടെ അവർ പിന്നീടും പണ്ടത്തെ അതേ എക്സ്പീരിയൻസ് റീലീവ് ചെയ്യുവാണ്. അപ്പോൾ ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന ഈ പ്രോസസ്സിനെയാണ്, ഈ ഇമോഷൻ ട്രാൻസ്ഫർ ചെയ്യുന്ന ഈ പ്രോസസ്സിനെയാണ് ട്രാൻസ്ഫറൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ 3 എക്സാമ്പിൾ നോക്കിയപ്പോൾ ഫ്രോയിഡിന് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ വി റിലീവ് അവർ ബാഡ് എക്സ്പീരിയൻസസ് ടു ഗെയിൻ എ മാസ്റ്ററി ഓവർ ദാറ്റ്. സോ ദേ റിലീവ് ദിസ് എക്സ്പീരിയൻസസ്, even the painful ones, not because they are pleasurable, but because repetition allows the mind to master or psychologically bind experiences that were originally overwhelming. അതായത് ആ കുഞ്ഞിൻ്റെ എക്സാമ്പിൾ എടുത്ത് നോക്കിയാൽ അതിൻ്റെ അമ്മ ഓഫീസിലേക്ക് പോകുമ്പോൾ അതവിടെ പാസീവായിട്ടിരിക്കുകയാണ്. തിരിച്ചു വരുമ്പോൾ അതങ്ങ് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരുന്നു, അമ്മ പോകുന്നതും വരുന്നതും. പക്ഷേ അമ്മ പോകുന്നതിൻ്റെയും വരുന്നതിൻ്റെയും കൺട്രോൾ തൻ്റെ കയ്യിലാണെന്ന് തോന്നിയാലോ? അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് റെപ്പറ്റീഷനിലൂടെ മാസ്റ്റർ ചെയ്തിട്ട്
നമ്മൾ തന്നെയാണിത് കൺട്രോൾ ചെയ്യുന്നതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതായത് നമ്മൾ അൺകോൺഷ്യസ് ആയിരുന്നപ്പോൾ നടന്നൊരു സംഭവത്തിനെ നമ്മുടെ കോൺഷ്യസ്നെസ്സിൽ നമ്മൾ കൺട്രോൾ ചെയ്താണ് ഉണ്ടായതെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ എല്ലാ എക്സ്പീരിയൻസും റീലിവ് ചെയ്യാനും അതിലേക്ക് തിരിച്ചു പോകാനും ഉള്ളൊരു ഹ്യൂമൻ ടെൻഡൻസി ഉണ്ട്. അതാണ് ദി കൺസെപ്റ്റ് ഓഫ് കമ്പൽഷൻ ടു റിപ്പീറ്റ്. അപ്പോൾ ഇതിലൂടെ ഫ്രോയിഡ് പറയുന്നത് എല്ലാത്തിലേക്കും തിരിച്ചു പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ടെന്നാണ്. അപ്പോൾ ലിവിങ് ഓർഗാനിസംസ് ഉണ്ടായിരിക്കുന്നത് ഇനോർഗാനിക് ആയിട്ടുള്ള നോൺ ലിവിങ് സബ്സ്റ്റൻസിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ച് അതിലോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഇതിനെയാണ് അദ്ദേഹം ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് വിളിച്ചത്, ഓർ തനറ്റോസ്. അപ്പോൾ ഇത് സമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഫേമസ് സ്റ്റേറ്റ്മെൻ്റാണ് ദി എയിം ഓഫ് ഓൾ ലൈഫ് ഇസ് ഡെത്ത്. അപ്പോൾ ഇത് പറയുമ്പോൾ ഹി ഡസ് നോട്ട് മീൻ ദാറ്റ് ഹ്യൂമൻ ബീങ്സ് കോൺഷ്യസ്ലി ഡിസയർ ഡെത്ത്. രാദർ ഹി പ്രപ്പോസസ് ആൻ അൺകോൺഷ്യസ് ബയോളജിക്കൽ ടെൻഡൻസി ടു റിട്ടേൺ ടു ദ ഒറിജിനൽ ഇനോർഗാനിക് സ്റ്റേറ്റ്. അതായത് മരണം നമ്മൾ ഡിസയർ ചെയ്യുന്നെന്ന് ഉള്ളതല്ല, പക്ഷേ നമ്മുടെ ഉള്ളിൽ ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ട് ടു റിട്ടേൺ ടു ദ ഒറിജിനൽ ഇനോർഗാനിക് സ്റ്റേറ്റ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞതാണ്, പക്ഷേ നമ്മുടെ ലൈഫ് അപ്പോഴും കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട്. അത് നമുക്ക് മറ്റൊരു ഇൻസ്റ്റിങ്ക്റ്റ് കാരണമാണ്. ദാറ്റ് ഈസ് ദ ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റ് ഓർ ഈറോസ്. അതായത് ലൈഫ് കണ്ടിന്യൂ ചെയ്യാനും ലിവിങ് ബീങ്സിനെ കണക്ട് ചെയ്യാനും റീപ്രൊഡ്യൂസ് ചെയ്യാനും റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനും എല്ലാം നമ്മളെ സഹായിക്കുന്ന ഈ ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റായ ഈറോസാണ്. സോ ഈ ഈറോസാണ് ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റായ തനറ്റോസിനെ ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രോയിഡ് എന്ന് പറയുന്നത് ഇതൊരു സയൻറ്റിഫിക്കലി പ്രൂവൻ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും അല്ലെങ്കിലും ഇതിന് ഹ്യൂമൻ ബിഹേവിയർ പ്ലഷർ പ്രിൻസിപ്പിൾ മാത്രമല്ല മറ്റു കാര്യങ്ങളും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് പറയാൻ സാധിക്കുന്നു എന്നാണ്. അപ്പോൾ ഇതിനകത്ത് പ്ലഷർ പ്രിൻസിപ്പിളിൽ നിന്ന് അദ്ദേഹം കമ്പൽഷൻ ടു റിപ്പീറ്റ് എന്ന കൺസെപ്റ്റിലേക്ക് പോകുന്നു. അതിൽ നിന്നും അവസാനം ഒപ്പോസിഷൻ ബിറ്റ്വീൻ തനറ്റോസ് ആൻഡ് ഈറോസ് എന്ന കൺസെപ്റ്റിലേക്ക് എത്തുന്നു.